ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് കൊട്ടിയൂരാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നഗരിയിലാണുള്ളത്. ഇന്ന് നമ്മളിവിടെ കാണാൻ വന്നിരിക്കുന്നത് പൊന്നും ശീവേലിയും കാഴ്ചകളുമാണ്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. കൊട്ടിയൂരപ്പൻ്റെ മണ്ണിലേക്കുള്ള യാത്രയിൽ വഴിനീള ബ്ലോക്കുകളാണ്. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. ഈ തിരക്കുള്ള ദിവസവും നല്ല മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് യാത്രയിൽ മുഴുവൻ നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോകാം. ഇവിടെ നിന്ന് പോകുന്ന യാത്രയിൽ പാലുകാച്ചി മലയും ആ കാഴ്ചകളൊക്കെ കണ്ടു പോകാം. ഒരുപാട് ആൾക്കാർ കണ്ടോ, നടന്നു പോകുന്നുണ്ടോ, ബസ്സൊന്നും മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അതെല്ലാം ബ്ലോക്കാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് പാലുകാച്ചി മലേൻ്റെ ദൃശ്യങ്ങളാണ്. ആ പാലുകാച്ചി മലേൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ട് കൊട്ടിയൂരിലേക്ക് പോകാൻ ഭയങ്കര കാഴ്ചകൾ, റോഡ് സൈഡിലും നമുക്ക് മനോഹരമായൊരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് കൊട്ടിയൂരിലേക്ക് എത്താൻ പറ്റുന്ന ഒരു യാത്രയാണിത്. എടുത്തു പറയേണ്ടത് പ്രകൃതി ഭംഗി തന്നെയാണ്. ആ ചുറ്റുമുള്ള മലനിരകളും എല്ലാം കണ്ട് നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് കാണാം. വഴിയിൽ ആ മലേൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ക്ഷേത്രത്തിന് മുന്നിലെത്തുമ്പം അക്കരെ ഇക്കരയായിട്ട് ഉള്ള ക്ഷേത്രങ്ങളുടെ ക്ഷേത്ര കവാടമാണ് നമ്മളെ ആദ്യം സ്വീകരിക്കുന്നത്. അക്കരയ്ക്കുള്ള ക്ഷേത്രത്തിൻ്റെ കവാടം മുറ്റത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ പടിഞ്ഞാറേ നടവഴി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇടവാവലിക്ക് സമീപമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരുപാട് കല്ലുകൾ അട്ടി വെച്ചിരിക്കുന്ന കാഴ്ച. ആ കാഴ്ച കാണാൻ ഭയങ്കര മനോഹരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ എപ്പോഴോ ചെയ്തു വെച്ചത് പിന്തുടർന്നു പോരുന്നതാണ്. അവിടെ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആചാരമായിട്ടൊന്നും ചെയ്യുന്നതല്ല. അങ്ങനെ ഒരു ആചാരം അവിടെ ഇല്ല. എപ്പോഴും ആരോ ചെയ്തു വെച്ച പിന്തുടർച്ചയായിട്ട് ചെയ്തു വരുന്നു. അതൊരു ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ അതൊരുപാട് പേര് ആസ്വദിച്ച് ചെയ്യുന്നുണ്ട്. ചിലർ അട്ടി വെച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്. കൂടുതലും സ്ത്രീകളാണത് ചെയ്ത് കാണുന്നത്. ആ ആൽമരത്തിന് ചുറ്റും വെച്ചിട്ടുണ്ട്. ചുറ്റുഭാഗത്തും അതുപോലെ കല്ലുകൾ എടുത്ത് വെച്ച് നിറച്ചിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. പിന്നീട് നമ്മൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് 1-2 ക്ലോക്ക് റൂമുകൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ചെരുപ്പ്, ബാഗ്, കുടകളൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലങ്ങൾ. അവിടെ നിന്ന് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന 2 പാലങ്ങളാണ്. അക്കര ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന 2 ഇരുമ്പ് പാലങ്ങൾ, കൂടാതെ ഒരു തടയണയും കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. പാലം കടന്ന് നേരെ അക്കരയ്ക്ക് ചെല്ലുമ്പോൾ നമ്മൾ അക്കര ക്ഷേത്രത്തിലെ മണിത്തറയിലേക്ക് പോകാനുള്ള ക്യൂവിലേക്കാണ് പോകുന്നത്. പക്ഷേ കൂടുതൽ ആൾക്കാരും തടയണ വഴി നടന്നാണ് അക്കരയ്ക്ക് പോകുന്നത്. ഇവിടെ നമുക്ക് ബാവലിയുടെ മനോഹര കാഴ്ചകൾ കാണാം. അതിൽ പല സ്ഥലത്തും ഭക്തജനങ്ങൾ ഇറങ്ങി കുളിക്കുന്നവരുണ്ട്, കാല് കഴുകിയൊക്കെ അക്കരയ്ക്ക് പോകുന്നവരുണ്ട്. ചിലർ കുളിയൊക്കെ കഴിഞ്ഞ് ബാവലിയിലെ കല്ലുകളെടുത്ത് തമ്മിൽ കൂട്ടി ഉരച്ച് അതവർ നെറ്റിയിൽ തേക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം. പ്രകൃതിക്ക് ഒരു മാറ്റവും വരുത്താതെ അക്കരയിലേക്കുള്ള പാലവും തടയണയും എല്ലാം നിർമ്മിച്ചിരിക്കുന്നതും ഒരു വനത്തിന് അകത്തുള്ള പ്രതീതി നമുക്ക് നൽകുന്നുണ്ട്. ഈ നടന്നു പോകുന്ന വഴികളിൽ കൂടി നേരെ ചെന്നാൽ നമ്മൾ തിരുവഞ്ചിറയിലേക്കാണ് ഇറങ്ങുന്നത്. മണിത്തറയിലേക്ക് പോകാൻ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഭക്തജനങ്ങളെ നമുക്കിവിടെ കാണാം. അവരൊക്കെ ദൂരെ യാത്ര കഴിഞ്ഞ് മടുത്ത് വന്നവരാണ് എങ്കിലും ഒരു തരത്തിലുള്ള പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ അവർ ക്യൂ നിൽക്കുന്ന കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം. തിരുവഞ്ചിറയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൽ കൂടി മുന്നോട്ട് നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി നമുക്ക് നൽകും. മണിത്തറയിൽ തൊഴാൻ പോകുന്നവരുടെ നീണ്ട ക്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ മണിക്കൂറുകളോളം ക്യൂ നിന്നാലും ഒരു പരിഭവമോ ഒരു വിഷമങ്ങളോ ഇല്ലാതെ അവരെല്ലാം മണിത്തറയിലേക്ക് ഭഗവാനെ ദർശിക്കാൻ പോകുന്ന കാഴ്ചകളാണ്. കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് കൊട്ടിയൂർ. എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് കൊട്ടിയൂർ ദേവസ്വം ബോർഡിൻ്റെ. അവർ ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. മണിത്തറയിലെ തിരക്ക് കുറയുന്നതിനനുസരിച്ചാണ് ഭക്തജനങ്ങളെ ഇവിടെ നിന്നും അകത്തേക്ക് കയറ്റി വിടുന്നത്. തിരുവഞ്ചിറയിലേക്ക് ഓരോ സെക്ഷനായി ഭക്തജനങ്ങളെ ഇറക്കിവിട്ട് അവർ മണിത്തറയിൽ കയറി തൊഴുതതിന് ശേഷം അടുത്ത സെക്ഷൻ ആളുകളെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നു. എല്ലാവരുടെ മനസ്സിലും ഭഗവാനെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അച്ചടക്കത്തോടു കൂടിയാണ് അവരിവിടെ നിൽക്കുന്നത്. അതെല്ലാം നിയന്ത്രിക്കാൻ വളണ്ടിയർമാർ ഓരോ സ്ഥലത്തും സജ്ജരായിരിക്കുന്ന കാഴ്ചകൾ കാണാം.
നമ്മളിപ്പോൾ യാഗഭൂമിയിൽ എത്തിയിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ചുറ്റും പർണശാലകളും താൽക്കാലിക ഷെഡുകളും ഒക്കെയായുള്ള ഒരു മനോഹര കാഴ്ച. എന്തു ഭംഗിയാണെന്നോ അതൊക്കെ കാണുവാൻ. ഭഗവാന്റെ മണിത്തറയും സ്വയംഭൂ വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ താൽക്കാലിക ഷെഡും ചുറ്റും തീർത്തിരിക്കുന്ന കയ്യാലകളും ലോകത്ത് മറ്റൊരിടത്തും കിട്ടാത്ത അനുഭൂതിയോടുകൂടി നമുക്കത് നോക്കി നിൽക്കാനാവും. ഭക്തജനങ്ങൾ തിരുവഞ്ചിറയിൽ വലം വെക്കുന്നത് ഓരോ ഭക്തനും നിറഞ്ഞ മനസ്സോടുകൂടി മടങ്ങിപ്പോകുന്ന കാഴ്ചകളും. അക്കരെ കൊട്ടിയൂർ ദർശനത്തിന് സ്ത്രീകൾക്ക് പ്രത്യേക വസ്ത്ര നിബന്ധനകൾ ഒന്നുമില്ല. എന്നാൽ പുരുഷന്മാർ തിരുവഞ്ചിറയിൽ ഇറങ്ങുമ്പോൾ ഷർട്ട് ധരിക്കാൻ പാടില്ല. മണിത്തറയിലും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം. ബാവലിയിൽ നിന്ന് കിഴക്കുഭാഗത്തുകൂടി ഒഴുകിവരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയെ വലം വെച്ച് പടിഞ്ഞാറാട്ടൊഴുകി ബാവലിയിൽ തന്നെ ചേരും. ബാവലിയിലെ കല്ലും മണ്ണുകളും ഉപയോഗിച്ചാണ് ഇവിടെ മണിത്തറ നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉത്സവമാണ് അക്കര ക്ഷേത്രത്തിലെ മഹോത്സവം. ഈ കാണുന്ന ഷെഡുകളൊക്കെ അതിനുവേണ്ടി നിർമ്മിച്ചവയാണ്. ഒരുപാട് ഐതിഹ്യങ്ങളും ഐതിഹ്യ പെരുമകളും അതിനൊക്കെയുണ്ട്. എൻ്റെ മറ്റു വീഡിയോകളിൽ അതൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ വീഡിയോയും കൂടെ എടുത്തു കാണുക. ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു. ഈ കാണുന്നത് അക്കര ക്ഷേത്രത്തിലേക്ക് പോകുന്ന കിഴക്കേ നട വഴിയുള്ള കാഴ്ചകളാണ്. ഇവിടെയും ഭക്തജനങ്ങൾ കുളിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അക്കര ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരു നടപ്പാലവും താൽക്കാലിക തടയണ കൊണ്ട് നിർമ്മിച്ച നടപ്പാലവും നമുക്കിവിടെ കാണാം. ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്ന മറ്റൊരു വഴിയാണിത്. ബാവലിയിലെ വെള്ളത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് ഇവിടെ മുങ്ങിക്കുളിക്കുന്നവർ പറയുന്നു. ഒരുപക്ഷേ നമുക്കും അത് അനുഭവിച്ചറിയാൻ പറ്റുമായിരിക്കും. കിഴക്കേ നട കടന്ന് നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ ഒരു വനത്തിനുള്ളിൽ കൂടി കടന്നു പോകുന്ന എല്ലാ അനുഭൂതിയും നമുക്കിവിടെ കിട്ടും. ഈ വഴികൾ നമ്മെ നയിക്കുന്നത് കൊട്ടേരിക്കാവിലേക്കാണ്. ചുറ്റുമുള്ള ഈറ്റക്കാടുകൾ നിറഞ്ഞ ഒരു വനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉള്ള കൊട്ടേരിക്കാവ്. വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിന്നാണ് യാഗഭൂമിയായ തിരുവഞ്ചിറയിലേക്ക് പോയി എന്ന് പറയപ്പെടുന്നു. കൊട്ടേരിക്കാവിൻ്റെ അധികാരം കുറിച്യ വിഭാഗക്കാരനായ ഒറ്റപ്പിലാൻ എന്നറിയപ്പെടുന്ന ആൾക്കാണ്. ഒറ്റപ്പിലാൻ എന്നാൽ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പൂണൂലില്ലാത്ത തന്ത്രി എന്നറിയപ്പെടുന്ന ആളാണ്. കുറിച്യ വിഭാഗക്കാരനായ ഒറ്റപ്പിലാൻ്റെ പൂർവികരാണ് അക്കരെ കൊട്ടിയൂരിലെ സ്വയംഭൂ വിഗ്രഹം കണ്ടെത്തിയത് എന്നാണ് വിശ്വാസം. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അവലും കൊട്ടത്തേങ്ങയുമാണ് പ്രസാദമായി നൽകുന്നത്. കൊട്ടിയൂരിൽ മന്നഞ്ചേരി വന്നാൽ കിഴക്കേ നടവഴി ആദ്യം എത്തുന്നത് കൊട്ടേരിക്കാവിൻ്റെ മുന്നിലാണ്. അതു കഴിഞ്ഞാണ് തിരുവഞ്ചിറയിലേക്ക് പോകുന്നത്.
ഇവിടെ മറ്റു നിർമ്മിതികളൊന്നും പാടില്ല എന്നാണ് ദേവവിധി. അതുകൊണ്ടാണ് താൽക്കാലികമായി നിർമ്മിച്ച ഷെഡുകളും പർണശാലകളും ഇവിടെയുള്ളത്. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം. കാടും കാട്ടാറും മണ്ണും എല്ലാം കൂടി പ്രകൃതിയോട് അലിഞ്ഞു ചേരുന്ന വൈശാഖ മഹോത്സവ നാളുകൾ. വർഷത്തിലൊരിക്കൽ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ തൻ്റെ സങ്കടങ്ങൾ ഭഗവാനോട് പറഞ്ഞ് പൂർണ്ണ സംതൃപ്തിയോടുകൂടി അടുത്ത വർഷം കാണാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ഇവിടെ നിന്നും മടങ്ങുന്നു. വീഡിയോ കാണുന്ന നിങ്ങളോട്, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.
താങ്ക് യു.